നമസ്കാരം. തൃശൂർ എക്സൈസ് ഓഫീസറുടെ പക്കൽ നിന്ന് അനധികൃത പണവും വാഹനത്തിൽ നിന്ന് 12 കുപ്പി മദ്യവും പിടികൂടി. തൃശൂർ എക്സൈസ് ഇൻസ്പെക്ടർ അശോക് കുമാറിന്റെ ഓഫീസിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് മദ്യവും പണവും പിടികൂടിയത്. ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് 32,000 രൂപയും വാഹനത്തിൽ നിന്ന് 42,000 രൂപയും കണ്ടെത്തി. എക്സൈസ് ഇൻസ്പെക്ടറുടെ കാറിനുള്ളിൽ നിന്നാണ് 12 കുപ്പി മദ്യം പിടികൂടിയത്. കാറിൽ വിവിധയിടങ്ങളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യക്കുപ്പികൾ. വാഹനത്തിൽ നിന്നും 3 ക്രിസ്മസ് കേക്കുകളും കണ്ടെത്തി. വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളി നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പണവും മദ്യവും കണ്ടെത്തിയത്. 4,000 രൂപയാണ് തന്റെ കൈവശം ഉള്ളതെന്നായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു റെയ്ഡ് നടന്നത്. സംഭവത്തിൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ സമർപ്പിക്കണമെന്നും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും വിജിലൻസ് അറിയിച്ചു. അമ്പലപ്പുഴയിലെ ബെവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വിദേശമദ്യം മോഷ്ടിച്ച പ്രതികൾ അറസ്റ്റിൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മദ്യം വാങ്ങാനെന്ന വ്യാജേന എത്തിയവർ അരയിൽ ഒളിപ്പിച്ച മദ്യക്കുപ്പികളുമായി കടന്നു കളയുകയായിരുന്നു. കഴിഞ്ഞ 12-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മദ്യം വാങ്ങാനെന്ന വ്യാജേന അമ്പലപ്പുഴ ബിവറേജസ് കോർപ്പറേഷനിൽ ഔട്ട്ലെറ്റിലെത്തിയ പ്രതികൾ റാക്കിൽ സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പികൾ മോഷ്ടിച്ച് അരയിൽ ഒളിപ്പിച്ചു. ശേഷം കടന്നു കളഞ്ഞു. രാത്രിയിൽ കണക്ക് ക്ലോസ് ചെയ്യുമ്പോഴാണ് മദ്യക്കുപ്പികൾ നഷ്ടമായത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. മാനേജറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. 7,500-ഓളം രൂപ വില വരുന്ന 9 കുപ്പി വിദേശ മദ്യമാണ് പ്രതികൾ മോഷ്ടിച്ചത്. പ്രതികളുടെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് ജില്ലയ്ക്ക് പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചു. തുടർന്നാണ് പ്രതികൾ എറണാകുളത്ത് ഒളിവിൽ കഴിയുന്ന വിവരം ലഭിച്ചത്. തകഴി സ്വദേശി ഹരികൃഷ്ണൻ, അമ്പലപ്പുഴ സ്വദേശി പത്മകുമാർ എന്നിവരെയാണ് അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.